വെൽക്കം ബാക്ക് ടു അസൻസ് ക്യൂട്ട് ബുക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഔട്ടിംഗ് വ്ളോഗാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇയർ ഒരു ഫാം ഹൗസിലേക്ക് പോകുന്നൊരു വീഡിയോ ഇട്ടായിരുന്നു. സോ ആ വീഡിയോ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞു. ആ വീഡിയോ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, കാരണം നല്ല രസമാണ് ആ വീഡിയോ. അപ്പോൾ പിന്നെയും നമ്മൾ ആ ഫാം ഹൗസിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞ് കൂടുതൽ വിശേഷങ്ങൾ അറിയാവേ. ട്രിപ്പ് സ്റ്റാർട്ടായേ. അങ്ങനെ ഗൈസ് നമ്മൾ ഫാമിലെത്തിയിരിക്കുകയാണ്. ഇതാ നോക്ക്, ഇവിടെ കുറേ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഫാമിൽ നല്ല രസമായിട്ട് ഒരുക്കിയേക്കുന്ന ഒരു നടപ്പാതയാണ്. ഇങ്ങനെ ഒരു നടപ്പാത ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഫാമിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. അപ്പോൾ ഇവിടെ ചുറ്റിനും മരം ഉള്ളതുകൊണ്ട് തന്നെ നല്ല ബ്രീസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഫോട്ടോസ് എടുക്കാൻ നേരത്തെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ വിയർത്ത് കുളിക്കത്തൊന്നുമില്ല. പിന്നെ എത്ര ചൂടാന്ന് പറഞ്ഞാലും നമുക്ക് ഈ സൈഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പുള്ള ഒരു ഫീലിംഗ് കിട്ടും. വലിയ സ്ലോപ്പാണ് അങ്ങോട്ട്. ഇത് ഫുൾ സപ്പോട്ടമരാണ്. സപ്പോർട്ടൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അതിൻ്റെ സീസണാണ്, പക്ഷെ ഇത് പഴുത്തിട്ടില്ല. ഈ സപ്പോർട്ടൊന്നും പഴുത്തിട്ടില്ല. ഇതാണ് ഇവിടുത്തെ കളക്ഷൻ ഓഫ് സപ്പോർട്ട. പിന്നെ ഈ സപ്പോർട്ടേൻ്റെ ഒക്കെ അടുത്തായിട്ട് വരുന്നത് പേരയാണ്. അപ്പോൾ ഒരു പ്ലാന്റിലെ പേരക്ക ചടച്ച് പറിച്ചപ്പോൾ എനിക്ക് വേറൊരെണ്ണം നോക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ അവിടെ പേരയ്ക്കയ്ക്ക് വേണ്ടി കുറച്ച് നേരം സെർച്ച് ചെയ്ത് നടന്നു. അങ്ങനെ എനിക്കൊരു പേരയ്ക്ക കിട്ടിയേ. അപ്പോൾ ഇനി ഇത് കഴുകിയിട്ട് കഴിക്കണം. കിട്ടി ഗൈസ്, ഇതാണ് നമുക്ക് കിട്ടിയ പേരയ്ക്ക. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല അകത്ത് നല്ല റെഡ് കളർ പേരയ്ക്ക. അപ്പോൾ ഈ പേരയുടെ അടുത്തായിട്ട് ഒരു ചെറുനാരങ്ങയുടെ പ്ലാന്റ് ഉണ്ട്. ഈ നാരങ്ങ കൊണ്ട് നമുക്ക് പിക്കിൾ ഇടാനോ അല്ലെങ്കിൽ ഇതുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാനോ ആയിരിക്കും നല്ലത്. പിന്നെ ഇതിനകത്ത് ഫുള്ള് മുള്ളാണ്. മുള്ളുള്ളത് കൊണ്ട് തന്നെ എനിക്ക് തൊടാൻ പേടിയായിരുന്നേ. പിന്നെ അത് ആയി വരുന്നതേ ഉള്ളായിരുന്നു. അത് മാത്രമല്ല നല്ല പച്ചയായിരുന്നേ. ഞാൻ വെറുതെ അതൊന്ന് പറിക്കാൻ ശ്രമിച്ചപ്പോൾ മമ്മി പറഞ്ഞു അത് ഭയങ്കര കയ്പായിരിക്കും, യൂസ് ചെയ്യാനേ പറ്റത്തില്ലെന്ന്. അപ്പോൾ അതിനൊന്ന് ഡീപ്പായിട്ട് പരിശോധിച്ച് നോക്കിയപ്പോൾ നമുക്ക് കുറച്ച് യെല്ലോ സ്പോട്ട്സ് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ കാര്യം പിടി കിട്ടിയത് ആയി വരുന്നതേ ഉള്ളായിരുന്നെന്ന്. കമ്പിലൊന്നും അധികം ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ മുള്ളാണ്. ഇത് എന്ത് സാധനമാണ്? ഈ ഒരു ഫ്രൂട്ട് ഏതാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ ഫ്രൂട്ട് ഏതാണെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ ആദ്യം അമ്മയോട് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു മിൽക്ക് ഫ്രൂട്ടാന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഗൂഗിളിൽ സ്കാൻ ചെയ്ത് കണ്ടുപിടിച്ചു. ഈ സാധനം ഇത് മിൽക്ക് ഫ്രൂട്ടാണ്. ഇത് റൈപ്പായിട്ടില്ല. ഇങ്ങനത്തെ കുറേ വെറൈറ്റി ഓഫ് കളക്ഷൻ ഇവിടെ ഉണ്ട്. ഇവിടെ എപ്പോഴോ വന്നപ്പോൾ ഇവിടെ സ്ട്രോബെറി കണ്ടുപിടിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ അതെവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇവിടെ എങ്ങാനും നോക്കിയാൽ കാണും. പിന്നെ ഇതാണ് ഇതുവഴി നടക്കുന്ന പാത. ഇവിടെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പണ്ട് ആ സ്ട്രോബെറി കണ്ടുപിടിച്ചത്. അപ്പോൾ ആ സ്ട്രോബെറി പ്ലാന്റ് ഞാൻ അവിടെയൊക്കെ നോക്കിയിട്ടും ഞാനൊന്നും കണ്ടില്ലേ. അപ്പം ഞാൻ വിചാരിച്ചു കുറേ നേരം അവിടെ ഇങ്ങനെ നടക്കാമെന്ന്. നടക്കുന്ന സമയത്ത് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് നോക്കിയപ്പോൾ ഞാനൊരു നല്ലൊരു മീൻകുളം കണ്ടു. അപ്പോൾ ഈ മീൻകുളം കണ്ടുകൊണ്ട് തന്നെ എൻ്റെ ഫോക്കസ് പിന്നെ മീൻകുളത്തിലേക്കായി. ഇതാണെങ്കിൽ ഈ എൻട്രൻസിൻ്റെ അടുത്തു നിന്നുള്ള ഒരു നടപ്പാതയാണ്. ഇതുവഴി നമുക്കാണെങ്കിൽ ഒരു വീട്ടിലേക്ക് കയറിപ്പോൾ ഒരു വീടൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ആ സൈഡിലേക്ക്. ഇതിൻ്റെ അകത്ത് ഫുഡൊക്കെ കഴിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്താണ് നമ്മൾ മുകളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും നന്ദി ഹിൽസിൻ്റെ. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ പണ്ട് കാണിച്ചു തരാം. നോക്കൂ, ഇതാണ് ആ ഫുട്ബോൾ ഗ്രൗണ്ട്. പിന്നെ ചെറിയൊരു പാർക്കും സെറ്റാക്കിയിട്ടുണ്ട് അപ്പുറത്ത്. ഇവിടെയും സപ്പോട്ടമരമുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമ്മൾ കുറേ നടന്നാലേ നമുക്ക് ഈ ഏരിയ ഫുൾ കാണണമെങ്കിൽ കാണാൻ പറ്റത്തുള്ളൂ. നോക്ക്, ഇത് വേറൊരു കുളം ഇങ്ങനെ വെറുതെ സെറ്റ് ചെയ്തിരിക്കുക. നോക്കൂ, അവിടെ ഉണ്ടൊരു കുളം കുറച്ച് മാറി, കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ അവിടെ കൂടെ ഒക്കെ നടക്കുമ്പോൾ മമ്മി ഫുഡ് കഴിക്കാൻ വിളിച്ചേ.
അപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ ഞങ്ങൾ മേളിൽ കയറിയാണ് ഇരുന്ന് കഴിച്ചത്. ആ സമയത്ത് നല്ല ക്ലൗഡി ആയിരുന്നു. പിന്നെ അത് മാത്രമല്ല നല്ല കാറ്റും അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ലഞ്ചിന് വേണ്ടി കുറേ വെറൈറ്റി ഓഫ് ഫുഡ് ഉണ്ടായിരുന്നേ. അവിടെ പാലപ്പവും മട്ടൻ സ്റ്റൂവും കപ്പയും മീനും ചോറും ബീഫ് ഉലർത്തിയതും പിന്നെ നല്ല പൊള്ളിച്ച മീനുണ്ടായിരുന്നേ. മീനിൽ തന്നെ 2 തരം ഉണ്ടായിരുന്നു. ഒന്ന് കരിമീനും ഒന്ന് ആവോലിയും. ഞങ്ങൾ ആദ്യം എടുത്തത് ആവോലിയായിരുന്നു, പിന്നെ എടുത്ത കരിമീൻ. കരിമീൻ കുറച്ചും കൂടെ മുള്ളുള്ളതുകൊണ്ട് കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയത് ആവോലിയായിരുന്നു കരിമീനെക്കാട്ടിലും. അപ്പം ഞാൻ എടുത്തത് അപ്പവും മട്ടൻ സ്റ്റൂവും ബീഫ് ഉലർത്തിയതും കപ്പയും മീൻകറിയും പിന്നെ ഒരു മീൻ പൊള്ളിച്ചതുമാണ്. അപ്പോൾ ഈ പൊള്ളിച്ച മീനും ഈ അപ്പവും മട്ടൻ സ്റ്റൂവിനും ഒക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു. എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല തൃപ്തിയോടെയാണ് കഴിച്ചത്. അത് മാത്രമല്ല ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് നമ്മൾ മേളിൽ ഒരു ടെറസ് പോലത്തെ ഒരു സ്ഥലത്ത് കയറിയിരിക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ അവിടെ ഒരു ഷെഡും ഉള്ളതുകൊണ്ട് തന്നെ അവിടെ എത്ര മഴ പെയ്താലും നമുക്ക് കൊള്ളത്തില്ല. പിന്നെ നല്ല ബ്രീസും വരും. അപ്പോൾ ഫുഡ് കഴിക്കാൻ നല്ല രസമാണ്. ഞങ്ങൾ അവിടെ ഇങ്ങനെ സീനറി ഒക്കെ നോക്കി നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ ശ്രദ്ധിച്ചത് ഒരു കുരങ്ങൻ ഒരു വാഴേൻ്റെ പ്ലാന്റിൽ നിന്നും മറ്റേ വാഴയുടെ പ്ലാന്റിലേക്ക് ചാടുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചത്. അപ്പോൾ ഞങ്ങളവിടെ ഫുഡും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നല്ല മഴ പെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതൊക്കെ വെതർ ഫോർകാസ്റ്റിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നേ. ഇപ്പോഴും ഇടിവെട്ടലുണ്ട്. ആ സമയത്ത് ചാറ്റമഴ ഉണ്ടായിരുന്നു. അപ്പോൾ അതടിച്ച് പനി വരാതിരിക്കാൻ വേണ്ടി ഞാൻ വിചാരിച്ചു അവിടെ ഇരിക്കാമെന്ന്. അങ്ങനെ മഴയൊക്കെ കുറഞ്ഞെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് പുറത്തേക്കൊന്ന് ഇറങ്ങിയേ. അപ്പം ഞങ്ങൾ കുറേ മാവ് ശ്രദ്ധിച്ചു. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു മാങ്ങ പൊട്ടിക്കാമെന്ന് വിചാരിച്ചേ. പൊട്ടിക്കുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചു ഇത് കുഴപ്പമില്ലാത്ത പുളിയുള്ള മാങ്ങയായിരിക്കുന്നു. പക്ഷെ പൊട്ടിച്ചു കഴിഞ്ഞാണ് മനസ്സിലായത് ഇത് നമ്മൾ ഉദ്ദേശിച്ചേക്കാട്ടിലും പുളിയാന്ന്. എന്തായാലും പൊട്ടിച്ചതല്ലേ കളയേണ്ടതെന്ന് വിചാരിച്ച് നമ്മളതങ്ങ് എടുത്തേ. പിന്നെ ഇവിടെ കുറേ തരം വെറൈറ്റി മാംഗോസ് ഉണ്ട്. പിന്നെ ഈ ഒരു മാംഗോ ട്രീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് മേളിൽ കയറി ഒന്നും പറിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് താഴെയും തന്നെ ഇരുന്ന് പറിക്കാം. അതുകൊണ്ട് തന്നെ ഈ മാംഗോ ഒക്കെ പറിക്കുന്നത് അത്ര ടയറിങ് ഒരു കാര്യമല്ല. ഇത് കശുമാങ്ങയാണ്. കുറേ താഴെ വീണ് കിടപ്പുണ്ട്. അതെ, ഈ കശുമാങ്ങയിൽ നിന്നാണ് നമുക്ക് ക്യാഷ് കിട്ടുന്നത്. അങ്ങനെ നടക്കുമ്പോൾ നമ്മൾ അവിടെ ഒരു ചെറിയ ഹില്ല് ശ്രദ്ധിച്ചേ. അപ്പോൾ കുറേ മരങ്ങൾക്കിടയിലായിരുന്നു ഈ ഒരു ഹില്ല്. അപ്പോൾ ഈ ഒരു ഫാമിൽ ഞങ്ങൾ ആദ്യം വന്നപ്പോൾ ഈ ഹില്ലിൻ്റെ ലുക്ക് ഇങ്ങനെയായിരുന്നു. പിന്നെ ആ മരം അവർ മുറിച്ച് കളഞ്ഞു. പിന്നെ ഈ ഹില്ല് ഇങ്ങനെയായി. ഇത് ഞാൻ ആ ഹില്ലിൽ കയറിയിട്ട് അവിടെ നിന്ന് വീഴാൻ പോയൊരു ക്ലിപ്പാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ആ ഹില്ലിൽ കയറിയപ്പോൾ ഈ ഒരു വീഡിയോ ഓർത്തിട്ട് തന്നെ ഞാൻ പതുക്കെ സൂക്ഷിച്ചാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ആ ഹില്ല് നമ്മൾ ഇറങ്ങി. അത് കഴിഞ്ഞ് നമ്മളാണെങ്കിൽ കുറച്ചും കൂടെ മുന്നോട്ട് നടന്നപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു നമ്മൾ ആ ഓല വീട്, അതായത് പണ്ട് നമ്മൾ ആ വ്ലോഗിനകത്ത് ഇട്ടേക്കുന്ന ഓല വീടിൻ്റെ പുറകിലാണ് എത്തിയേക്കുന്നതെന്ന്. എന്തായാലും ആ ഓല വീട് പണ്ട് കണ്ട പോലെ തന്നെ ഇരിപ്പുണ്ടായിരുന്നേ. ലാസ്റ്റ് ടൈം നമ്മൾ ഇതിൻ്റെ അകത്തും തുറന്ന് നമ്മൾ നോക്കിയായിരുന്നു. അവിടെയാണ് എൻട്രൻസ്. എന്തായാലും ഇത് ഇപ്പോൾ ലോക്ക്ഡാ. സോ നമ്മൾ ലാസ്റ്റ് ടൈം നോക്കിയോണ്ട് ഇനി നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി കണ്ടാണ്. അങ്ങനെ ഓല വീട് കഴിഞ്ഞോണ്ടേ നമ്മൾ പോയത് വുഡൻ ഹൗസിലേക്കാണ്. ഇപ്പൊ നമുക്ക് വുഡൻ ഹൗസ് തുറക്കാൻ പറ്റില്ല. ലാസ്റ്റ് ടൈം നമ്മൾ അകത്ത് കയറി ഫുൾ കണ്ടായിരുന്നു. സോ സൈഡ് എന്താ സമയത്ത് ഒരു സൈഡ് വന്നു. സൈഡിലൊരു ബുക്കുണ്ട്. സോ ലാസ്റ്റ് ടൈം നമ്മൾ വന്നപ്പോൾ ഇങ്ങനത്തെ ഒരു സൈഡ് അവിടെ ഇല്ലായിരുന്നേ. അപ്പോൾ ഈ ഫാമിലുണ്ടായിരുന്ന അങ്കിള് ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതിൻ്റെ കൂടെ പറഞ്ഞായിരുന്നു ഈ വുഡൻ ഹൗസിൻ്റെ ഒരു സൈഡിലേക്ക് കുറച്ചും കൂടെ വീതി കൂട്ടിയെന്ന്. അങ്ങനെ വുഡൻ ഹൗസ് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ കാണാൻ പോയത് അവിടുത്തെ ഡക്കിനെയും ബേർഡ്സിനെയും ഒക്കെയാണ്. അപ്പോൾ ഈ ബേർഡ്സ് ഉള്ള ഏരിയയിൽ നന്നായിട്ട് അവർ നെറ്റിട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ നെറ്റ് ഉള്ളതുകൊണ്ട് തന്നെ മറ്റുള്ള ജീവികളിൽ നിന്ന് ഈ ബേർഡ്സ് നന്നായിട്ട് പ്രൊട്ടക്റ്റ് ആക്കപ്പെടുവേ. അപ്പോൾ ഈ ബേർഡ് വളർത്തുന്ന ഏരിയ ഞങ്ങൾ കയറി വന്നപ്പോൾ ഇതൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേജിൻ്റെ ഏറ്റവും ടോപ്പ് കോർണറിൽ പോയി എല്ലാ ബേർഡ്സും നിൽക്കുമായിരുന്നേ. എന്തായാലും ഞങ്ങൾ പതുക്കെ അതിന് ഇഷ്ടമുള്ള തീറ്റയും, അതായത് സൺഫ്ലവർ സീഡ്സ് ആണ് അതിന് കൊടുക്കുന്നത്. പിന്നെ ആ സീഡ്സൊക്കെ ഇട്ട് അതിൻ്റെ ആയിട്ടുള്ള രീതിയിൽ പതുക്കെ ഇങ്ങനെ വിളിച്ച് അതിനെ അങ്ങ് താഴെ കൊണ്ടുവന്നേ.
പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ ഈ ചക്കയും കൂടെ എടുക്കുകയാണ്. ഇതാ കാർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫാമിൽ നിന്ന് എക്സിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നതാണ് ഈ ഒരു പ്ലാവ്. പിന്നെ ഈ ഒരു പ്ലാവ് മാത്രമല്ല, ഇവിടെ വേറെ കുറേ പ്ലാവുകളും ഉണ്ട്. അങ്ങനെ ഫാം വിസിറ്റിംഗ് നല്ല രസമുള്ളൊരു വിസിറ്റ് തന്നെയായിരുന്നു. അപ്പോൾ പിന്നെയും മഴ വന്നു, ട്രാഫിക് ആകുന്നതിന് മുന്നേ ഞങ്ങൾ വീട്ടിൽ പോയേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ.